ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ആ കാര്യം തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അധികം വലിയ ലെങ്ത് വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്യുക. അത്ര വലിയ വീഡിയോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ തമ്മിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിൽ ഇപ്പോൾ നമ്മുടെ സാധാരണ PSCയിലാണ് ഉണ്ടാവാറുള്ളത്. PSCയിൽ ഏറ്റവും വലിയ എക്സാം എന്ന് പറഞ്ഞാൽ LD ക്ലർക്ക് എക്സാമാണ് എല്ലാവരുടെയും വിചാരം, അല്ലേ? LD ക്ലർക്ക് എന്ന് നമുക്കറിയാം 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയാണ്. എന്നിട്ട് എല്ലാവരും LD ക്ലർക്കിന് പോയിട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് പഠിക്കും. എന്നാൽ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള പരീക്ഷയ്ക്കോ ഇത്ര ആളുകളൊന്നും പഠിക്കില്ല, വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവും. ആ ഒരു പ്രവണതയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ജോലികളിലേക്കും വന്നിട്ടുള്ളത്. അതായത് മെയിനായിട്ട് 2 പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒന്ന് RRBൻ്റെ പരീക്ഷയാണ്, ഒന്ന് SSC പരീക്ഷയാണ്. അതിൽ RRBയിൽ മെയിനായിട്ട് വരുന്നത് ഗ്രൂപ്പ് D പരീക്ഷ, SSCയിൽ വരുന്നത് MTS പരീക്ഷ. രണ്ടും നമുക്കറിയാം 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയാണ്. പിന്നെ ഒരു GD പരീക്ഷയുണ്ട്, പക്ഷേ GD എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആയതുകൊണ്ട് അതവിടെ മാറ്റി വെക്കുകയാണ്. RRBൻ്റെ ഗ്രൂപ്പ് D, പിന്നെ SSCൻ്റെ MTS. ഈ പരീക്ഷയ്ക്ക് ഭയങ്കര ഒരു ഓവർ ഹൈപ്പ് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ യൂട്യൂബിൽ മറ്റേ കൊണ്ട് നോക്കിയാൽ SSC MTS SSC RRB ഗ്രൂപ്പ് D എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓവർ ഹൈപ്പ് കിട്ടുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിൽ 99% ആളുകളും ഡിഗ്രി ഉള്ള ആളുകളാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ 10ാം ക്ലാസ്സിന് ശേഷം +1 +2 പഠിച്ചു, ഡിഗ്രി പഠിച്ചു, ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ വെറും ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്കൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് നിങ്ങൾക്കൊരു വില കൽപ്പിക്കുന്നത് നിങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു വില കൽപ്പിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ MTSO അല്ലെങ്കിൽ ഗ്രൂപ്പ് D എന്ന് പറഞ്ഞ ജോലിയോ മോശം ജോലിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഈ 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതെന്ന് എനിക്ക് പറയാം. ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട് അതിലങ്ങനെ പോകുന്നതാണ്. ചില ആളുകളുടെ വിചാരം ഈ ഗ്രൂപ്പ് Dയും MTSും കിട്ടാൻ എന്തോ ഭയങ്കര ഈസിയാണ്, അതുകൊണ്ട് CGL ഒന്നും പഠിക്കേണ്ട, ആദ്യം MTS പഠിക്കുക എന്നുള്ളൊരു തോന്നലിൽ പോകുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MTS 10ാം ക്ലാസ് യോഗ്യതയാണെങ്കിലും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഒരു ഡിഗ്രി ഇപ്പോൾ മെയിനായിട്ട് SSC അറിയാത്ത പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ട്, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഡിഗ്രിയിലുള്ള യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ SSC CGLന് വേണ്ടി പഠിക്കും. CGLന് വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ CGL, CHSL, MTS, GD, SSCൻ്റെ വേറെ ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾ സെപ്പറേറ്റ് കോച്ചിങ് എടുക്കേണ്ട ആവശ്യമില്ല. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കഴിഞ്ഞ പ്രാവശ്യം MTS ക്ലിയർ ചെയ്ത എല്ലാവരും CGLന് വേണ്ടി, ഒരാളൊഴിച്ച് എല്ലാവരും CGLന് വേണ്ടി പഠിക്കുന്നവരാണ്. ആ CGLന് വേണ്ടി പഠിച്ചു, അവർക്ക് CGL പ്രിലിംസ് കിട്ടി, മെയിൻസിൻ്റെ തൊട്ടടുത്തെത്തി, പക്ഷേ അവർക്ക് MTS കിട്ടി എന്നുള്ളതാണ്. അത് അവർ അത്രയും അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ട് പിന്നെ അവർ ചെന്ന് പെട്ടതാണ് MTSൽ. പെട്ടെന്നല്ല, അവർക്ക് അതാണ് കിട്ടിയത്. അതിനവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ അറ്റ്ലീസ്റ്റ് CGLന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ എന്താ MTS എന്നുള്ളൊരു ജോലി മാത്രം ഫോക്കസ് ചെയ്ത് ഡിഗ്രിയും PG കഴിഞ്ഞ ആളുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇത് ഗ്രൂപ്പ് Dക്കൊക്കെ ഒരുപാട് പേര് PG കഴിഞ്ഞ ആളുകൾ പോയിട്ട് ഗ്രൂപ്പ് D. അതുപോലെ റെയിൽവേ പഠിക്കുന്ന ആളുകളോട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ NTPCക്ക് വേണ്ടി പഠിക്കുക. NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളൊക്കെ ഉണ്ട്, അതിന് വേണ്ടി പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പ് D അതിൻ്റെ കൂടെ പാരലായിട്ട് കൊണ്ടുപോയാൽ മതി. അല്ലാതെ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുതലാളി നിലയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ലാഭമാണ്. കാരണം നിങ്ങളെല്ലാവരും വന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ കൂടുതൽ കോഴ്സിലേക്ക് ആൾ വരുന്നു, കൂടുതൽ റവന്യൂ കിട്ടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭമുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത്രയും പഠിച്ചത് പിന്നെ എന്തിനാണ്? ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് 18ാമത്തെ വയസ്സിൽ 15ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ്സിലെ നിർത്തിയിട്ട് പിന്നെ ആ സമയത്ത് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി നിങ്ങൾ വേസ്റ്റ് ചെയ്തു? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു വില, ഒരു മൂല്യം കൽപ്പിക്കണം എന്നുള്ളതാണ്. ഈ ലോകത്ത് വേറൊരാളും നിങ്ങൾക്ക് മൂല്യം കൽപ്പിക്കില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മിനിമം വാല്യൂ നിങ്ങളെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ MTS ഗ്രൂപ്പ് D എന്നൊക്കെ പറഞ്ഞാൽ പല ആൾക്കാരും നിങ്ങളുടെ ഗവൺമെൻറ് ജോലി, എന്തെങ്കിലും ഒരു ജോലി എന്നുള്ള നിലയിലാണെങ്കിൽ ഓക്കെ. അതല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഇത്രയും പഠിച്ചതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോലി അത്രയും കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു വൃത്തികെട്ട ഓഫീസറുടെ അണ്ടറിലാണ് നിങ്ങൾ MTS ഒക്കെ ആയിട്ട് കിട്ടി പോകുന്നതെങ്കിൽ അയാൾ നിങ്ങളെ കൊണ്ട് എന്ത് ജോലി വേണമെങ്കിലും എടുപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ CGL നോക്കിക്കോ, അതിൻ്റെ ഒരു കൃത്യമായ ഒരു ജോബ് റോൾ സ്പെസിഫിക്കേഷൻ ഉണ്ട്. CHSL ജോലികൾക്കും ഉണ്ട്. പക്ഷേ MTS എന്ന പേരിൻ്റെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ്. എന്ത് ജോലി നിങ്ങൾ എടുക്കേണ്ടി വരും. ജോബ് റോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എന്നാലും അവർ നിങ്ങളെ കൊണ്ട് എന്ത് പണി വേണമെങ്കിലും എടുപ്പിക്കും. അതിന് പറ്റാതെ നിർത്തി പോരുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തുടക്കത്തിൽ ആവേശത്തിൽ ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോകും, പക്ഷേ പിന്നെ അവിടെ ചെന്ന് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടാവും. നിങ്ങൾ അവിടെ ചെന്ന് ആലോചിക്കും, ഞാൻ ഇത്രയും ഡിഗ്രിയും പഠിച്ച് PGയും പഠിച്ചത് ഈ ഒരു ജോലി ചെയ്യാനാണ് നിങ്ങൾക്ക് തോന്നും. ഞാൻ എല്ലാവരുടെ കാര്യമല്ലോട്ട് പറയുന്നത്, ചില ആളുകളുണ്ട് വളരെ നല്ല രീതിയിൽ MTS ജോലി ചെയ്ത് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ അത് നമുക്കെന്ന് വെച്ചാൽ ഭാഗ്യം പോലെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ MTS മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റ് കേട്ടോ. നിങ്ങൾ CGLന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ഫീൽഡിലോട്ട് പോകും. എനിക്കൊന്ന് നിങ്ങൾ ഡിഗ്രിയും PGയും വെച്ചിട്ട് നിങ്ങൾ MTSന് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും നല്ല നിങ്ങൾ പ്രൈവറ്റ് ഫീൽഡിൽ പോയിട്ട് ജോലി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ CGL ഫോക്കസ് ചെയ്ത് പഠിക്കും, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ താഴെയുള്ള CHSL MTS ഒക്കെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ അവിടെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു കുറ്റബോധം ഉണ്ടാവില്ല. കാരണം ഞാൻ CGLന് വേണ്ടിയിട്ടാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ RRB NTPCക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത്, പക്ഷേ എനിക്ക് ഗ്രൂപ്പ് D ആണ് കിട്ടിയത്, അല്ലെങ്കിൽ MTS ആണ് കിട്ടിയത്, ഓക്കെ. പക്ഷേ അതല്ലാതെ നിങ്ങൾ നേരെ പോയിട്ട് MTSന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തെടുക്കുക ദയവായി കേട്ടോ.
ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യമാണ്, ഇപ്പോൾ ഓൾറെഡി MTS കിട്ടിയ ആളുകളൊക്കെ ഉണ്ടാവും. അതിൽ മെജോറിറ്റി ആളുകളും ചിലപ്പോൾ ആ ഒരു MTS മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച ആളുകളായിരിക്കില്ല, അവർ CGL. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത CGL പരീക്ഷ വരുന്നുണ്ട്, എന്ത് വില കൊടുത്തും നല്ല രീതിയിൽ ആ ഒരു CGL പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ CGL തന്നെ ക്ലിയർ ചെയ്തിട്ട് പോകാൻ നോക്കുക. അല്ലാതെ MTSൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ, ചില ആളുകളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം MTS കിട്ടിയപ്പോഴേക്കും എന്തോ എല്ലാമായി, ഇനിയൊന്നും പഠിക്കണ്ട, വെറുതെ ഇരിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്, അത് തന്നെ സാറ്റിസ്ഫൈഡ് ആവരുത്. നിങ്ങൾക്ക് അത് കിട്ടിയുള്ളെങ്കിൽ ഓക്കെ, അത് ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ നിങ്ങൾക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് ഗ്രാബ് ചെയ്യാൻ നോക്കുക. അല്ല, ചില ആൾക്കാരെന്താ വെച്ചാൽ MTS ആദ്യം ഒന്ന് പഠിച്ച് പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് പിന്നെ CGL നോക്കാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. CGLനേക്കാളും വലിയ കോമ്പറ്റീഷനാണ് ഇവിടെ വരുന്നത് MTSന്. എല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ CGLന് വേണ്ടിയിട്ട് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഞാനൊരു ബിസിനസ് വളർത്താനോ CGLൻ്റെ കോഴ്സ് വളർത്താനോ പറയുന്നതല്ല. നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുക. നിങ്ങൾ SSC, CGL, CHL, MTS, GD, സ്റ്റെനോഗ്രാഫർ, RRB, NTPC, ഗ്രൂപ്പ് D എല്ലാ പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. CGL എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചാൽ മതി. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷകളൊക്കെ ഈസി ആയിട്ട് എന്നല്ല, ഈ പരീക്ഷകളുടെ കോച്ചിങ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം, കാരണം കൂടുതൽ ഒരു ഹൈപ്പ്, ഓവർ യൂട്യൂബൊക്കെ തുറന്ന് നോക്കിയാൽ ഓവർ ഹൈപ്പാണ്. ഗ്രൂപ്പ് D, MTS എന്തോ വലിയ സംഭവമായിട്ട് എടുക്കുന്നു. ഒരു ഗവൺമെൻറ്, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ മെൻറ്റാലിറ്റി ആണെങ്കിൽ ഓക്കെ. അതല്ല, നിങ്ങളൊരു നല്ലൊരു ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ നല്ലൊരു നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക കേട്ടോ. കാരണം അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ട് അതിൽ, കാരണം പല എല്ലാം ഞാൻ പറയുന്നില്ല, ചില ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അങ്ങനെ പറയുന്നത് കണ്ടു. എന്താ വെച്ചാൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരസ്യത്തിൽ ഞാൻ കണ്ടതാണ്, PG കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് ഞാൻ MTSന് പഠിക്കാൻ പോവാന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ 24 വയസ്സ് വരെ PGയും ഡിഗ്രിയും പഠിച്ചത്? നിങ്ങൾ CGLന് പഠിക്കാൻ പോവാണ്, ഓക്കെ. CGLന് പഠിക്കാൻ പോവാണ്, നിങ്ങൾക്ക് MTS കിട്ടി, പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ CGLന് പഠിച്ചിട്ടാണ് MTS കിട്ടി. ആ സമയം ഡിഗ്രിയും PGയും കഴിഞ്ഞിട്ട് MTS പഠിക്കാൻ പോവാണ്. MTS ഞാൻ പറഞ്ഞല്ലോ, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്, വെറും 10ാം ക്ലാസ് യോഗ്യതയല്ലേ. കേന്ദ്ര ഗവൺമെൻറ്റിലെ ഏറ്റവും ലോവൽ, അതായത് level 1 ഉള്ള പോസ്റ്റാണ്. ഞാൻ പോസ്റ്റിനെ മോശമായിട്ട് കാണും, അല്ലെങ്കിൽ പോസ്റ്റ് മോശമാണ്, അല്ലെങ്കിൽ ആ പോസ്റ്റ് കിട്ടുന്നവരെല്ലാം അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യം നിങ്ങൾ ഇതിനെ നെഗറ്റീവായിട്ട് കാണാതിരിക്കുക, പോസിറ്റീവായിട്ട് കാണുക. ഞാൻ പറഞ്ഞത്, നമ്മൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, വെറും പല കാരണങ്ങൾ കൊണ്ടും പഠനം തുടരാൻ പറ്റാതെ 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ക്വാളിഫിക്കേഷൻ പറ്റിയത് MTSും ഗ്രൂപ്പ് D ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഈ +2 അതുപോലെ തന്നെ ഡിഗ്രിയൊക്കെ നല്ല കോളേജുകളൊക്കെ പഠിച്ച്, ചില ആൾക്കാർ PGയും കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ MTSന് വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് കേട്ടോ. പക്ഷേ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ ഓവർ ഹൈപ്പ് പല സ്ഥലത്തും നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്. പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല ജോലിക്ക് വേണ്ടി പഠിക്കും, നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിക്ക് വേണ്ടി. CGL പരീക്ഷയുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് പരീക്ഷയുണ്ട്, PSCൻ്റെ നല്ല ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്, UPSC പരീക്ഷയുണ്ട്, പിന്നെ ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാ ആദ്യം തന്നെ ഈ ലോവർ ലെവലിലോട്ട് പോകുന്നത്? പല ആൾക്കാരുടെയും മൈൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എന്ത് പെട്ടെന്ന് ജോലി കിട്ടും, എന്തോ ഭയങ്കര സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് MTS. ഇല്ല, അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ CGLന് വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളത്. ദയവ് ചെയ്ത് ഈ ഒരു കാര്യം, ഇനി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ഇതൊരു എന്താ പറയുക, നിങ്ങളെ കോഴ്സ് പ്രൊമോട്ട് കാര്യങ്ങളൊന്നും പറയുന്നതല്ല, സത്യാവസ്ഥ. കാരണം കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ഈ കാര്യം ചെയ്യാതിരിക്കുക. നിങ്ങൾ CGLന് വേണ്ടി പഠിച്ചാൽ, നിങ്ങൾ ഗവൺമെൻറ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾ SSC ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ CGLന് വേണ്ടി പഠിക്കും. അതിൻ്റെ കൂടെ ബാക്കിയുള്ളതൊക്കെ സൈഡായിട്ട് അങ്ങ് പോകുന്നുള്ളൂ. അല്ല അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷനും സെപ്പറേറ്റ് ഒരു കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എക്സാം പാറ്റേൺ മാത്രമേ മാറുന്നുള്ളൂ. അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ ഉണ്ടാവില്ല, ചില ടോപ്പിക്കുകൾ ക്വാളിഫയിങ് നേച്ചറാണ്. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ. അതായത് എക്സ്ട്രാ ഒന്നും നിങ്ങളൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുന്നു, നിങ്ങളെങ്കിലും നിങ്ങൾക്കൊരു തുള്ളി വില കൊടുക്കുക. ബാക്കിയുള്ളവൻ എന്തായാലും ഒരു പട്ടി വില നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളെങ്കിലും നിങ്ങൾക്കൊരു തുള്ളി വില കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ ലൈഫാണ്, എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ താഴെ വന്നിട്ട് എന്നെ തെറി വിളിച്ചാലോ എന്നെ കുറ്റം പറഞ്ഞാലോ എനിക്കൊരു പ്രശ്നമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞു എന്നുള്ളൂ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം, അത് നിങ്ങളുടെ മെൻറ്റാലിറ്റി പോലെ ഇരിക്കും. ഓക്കെ, താങ്ക് യു.